ഇറാനുമായുള്ള രണ്ടാം വട്ട ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ മധ്യേഷ്യയിൽ വ്യോമ നാവിക വിന്യാസം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയും. ആണവ നിർവ്യാപന ചർച്ചയുടെ രണ്ടാം ഘട്ടമാണിപ്പോൾ സ്വിസ് നഗരമായ ജനീവയിൽ നടക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാനെ ഭയപ്പെടുത്താനും ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കാനും വലിയ നീക്കമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ബ്രിട്ടനിലെ അമേരിക്കൻ എയർഫോഴ്സ് വിമാനങ്ങൾ, ടാങ്കറുകൾ, ഫൈറ്റർ ജെറ്റുകൾ എന്നിവ മധ്യേഷ്യക്ക് സമീപത്തേക്ക് മാറ്റിക്കഴിഞ്ഞു. കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങളും മേഖലയിലേക്ക് എത്തിക്കുകയാണ്. കൂടാതെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ജോർദാൻ, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക് നിരവധി സൈനിക ചരക്ക് വിമാനങ്ങളാണ് എത്തിയതെന്നും CNN റിപ്പോർട്ട് ചെയ്യും. കഴിഞ്ഞ ദിവസം ജോർദാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് അനുമതി ലഭിക്കുകയും ചെയ്തു. ജനുവരി അവസാനത്തോടെ 12 അമേരിക്കൻ F-15 യുദ്ധവിമാനങ്ങളെ ജോർദാനിലെ മുവാഫക് സാൾട്ടി വിമാനത്താവളത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. ഓപ്പൺ സോഴ്സ് ഫ്ലൈറ്റ് ഡാറ്റ പ്രകാരം ഈ മേഖലയിലേക്ക് 250-ൽ അധികം അമേരിക്കൻ കാർഗോ വിമാനങ്ങൾ എത്തിയിട്ടുണ്ടെന്നും CNN റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ചകളിലായി ഇറാനെതിരെ സൈനിക നടപടിയുണ്ടാകുന്ന ഭീഷണി സ്ഥിരമായി മുഴക്കുകയാണ്. ഇറാനിൽ ഭരണമാറ്റം സംഭവിക്കാവുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കുമെന്നാണ് വെള്ളിയാഴ്ചയും ട്രംപ് പറഞ്ഞത്. ഇറാനിൽ ഭരണമാറ്റം വേണമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ആവർത്തിച്ചുള്ള ഭീഷണിയും മേഖലയിലേക്കുള്ള സൈനിക വിന്യാസങ്ങളും മധ്യേഷ്യയെ അങ്കരാപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനീവയിൽ നടക്കുന്ന ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഈ ചർച്ചകളിൽ താൻ പരോക്ഷമായി പങ്കെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തിങ്കളാഴ്ച അറിയിച്ചിരുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ട്രംപിന്റെ പ്രതിനിധിയായി സ്റ്റീവ് വിറ്റ്കോഫും അദ്ദേഹത്തിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറും ഇറാനിൽ നിന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമാണ് പ്രധാനമായും ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇറാന്റെ തീരത്തോട് ചേർന്ന് 3 ആഴ്ചയോളമായി നങ്കൂരമിട്ടിരിക്കുന്ന എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനിക്ക് പുറമെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡിനെയും പശ്ചിമേഷ്യയിൽ ഉടനെ എത്തിക്കുകയാണ്. 5000-ലധികം സൈനികരുള്ള എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിൽ F-35 അടക്കമുള്ള 90ഓളം യുദ്ധവിമാനങ്ങളുമുണ്ട്. ഇറാനിൽ നിന്ന് ഏകദേശം 700 കിലോമീറ്റർ അകലെ ഒമാൻ തീരത്താണ് നിലവിൽ ഈ കപ്പൽ ഉള്ളതെന്നാണ് BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ 12ഓളം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ എത്തിയിട്ടുണ്ടെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ അമേരിക്ക സമ്മർദ്ദ തന്ത്രം പയറ്റുന്ന സാഹചര്യത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്നലെ തിങ്കളാഴ്ച ഹോർമൂസ് കടലിടുക്കിൽ സൈനികാഭ്യാസം തുടങ്ങുകയും ചെയ്തു. ഇറാൻ ഉടനെ ആണവായുധം സ്വന്തമാക്കും എന്ന റിപ്പോർട്ടിനെ തുടർന്ന് 2025 ജൂണിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരുന്നു. അന്ന് ഇറാന്റെ 3 തന്ത്രപ്രധാന ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയും ചെയ്തു. 60% പരിശുദ്ധിയിൽ സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയം ഇറാന്റെ പക്കലുണ്ടെന്നാണ് ആണവ ഏജൻസിയുടെ കണക്കുകൾ. ആണവായുധം ഉണ്ടാക്കാൻ 90% പരിശുദ്ധിയിൽ യുറേനിയം സമ്പുഷ്ടീകരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതേസമയം സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമ്പുഷ്ടീകരണമേ തങ്ങൾ രാജ്യത്ത് നടത്തുന്നുള്ളൂ എന്നാണ് ഇറാൻ പറയുന്നത്. തങ്ങളുമായി കരാറിലെത്താൻ അമേരിക്ക ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉപരോധങ്ങൾ നീക്കണമെന്ന് ഇറാൻ വിദേശകാര്യ ഉപമന്ത്രി മജീദ് തഖ്ത് റവാഞ്ചി BBCക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്താതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലെന്ന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം ഉറച്ചു നിൽക്കുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും ഈ ചർച്ചകളിൽ വിഷയമാകും. മധ്യേഷ്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ചർച്ചയിൽ ഒരു ഏകോപനത്തിലെത്താൻ ഇരുകൂട്ടർക്കും കഴിഞ്ഞില്ലെങ്കിൽ വലിയൊരു സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നത്.